ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ്. എന്തായി കത്തി വേഷത്തോലെ നല്ല. അപ്പോൾ കുറേ ആയി ഞാൻ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണെന്ന് വെച്ചു. കാരണം ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 8 വർഷമായി ഇന്നേക്ക്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ഒന്നുമില്ല. 9 മണിക്ക് പോയി, ഞാൻ അമ്പലത്തിൽ പോയി വന്ന്, ഞാൻ മോളും കൂടെ അമ്പലത്തിൽ പോയി വന്ന്. അപ്പോൾ ചോറ് വെക്കാൻ പോവാണ്. അപ്പം വെള്ളം നിറച്ചേക്ക് നമുക്ക് അരി എടുത്തു വരാം. അപ്പോൾ ഗൈസ്, അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിടാം. വെള്ളം തിളച്ച് മറിഞ്ഞാൽ ആയുസ് കുറയും. എത്ര ഇന്ന് എൻ്റെ ആയുസൊക്കെ പറ്റിയില്ലാണ്ടായിട്ടാവും. സ്നേഹമില്ലായ്മ ഒരു കുറ്റമല്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അരി ഇടുന്നത്. ഇവിടെ എത്ര എങ്ങനെ ചോറ് വെച്ചാലും എന്നും ബാക്കിയാണ് ഗൈസ്. എത്ര കുറച്ച് വെച്ചാലും ബാക്കി എന്താണെന്നറിയാം. ഞാൻ നല്ലതാണ് തിന്നുകയും ചെയ്യും, പക്ഷെ മൂപ്പരെ തിന്നില്ല. ഞാൻ പറയുന്നെന്തോ കേൾക്കുന്നുണ്ടോ? മൈക്കൊന്നുമില്ല. നമ്മൾ പാവം വീട്ടിൽ പറയും. മൈക്കൊക്കെ ഉള്ളത് വലിയ പോലീസ്. എന്താ ഒക്കെ ഇടുന്നില്ല. കൊടുക്കാം. ഇനി നമുക്ക് ചോറാകുമ്പോഴേക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാർ വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാമ്പാറല്ല, തേങ്ങ വറുത്തരയ്ക്കാത്ത നോർമൽ സാമ്പാർ. കാരണം എത്ര സാമ്പാർ വെച്ചാലും ഇവിടെ ബാക്കിയിരിക്കും. കാരണം ഞങ്ങൾ 2 ആളേ ഉള്ളൂ, മൂക്ക് കറി വേണ്ട. പിന്നെ ഞങ്ങൾ 2 ആളോ കൂട്ടാളോ, അപ്പം കുറച്ച് മതി. കുറച്ച് സാമ്പാർ വെക്കും, അതിന് കഷ്ണം മുറിക്കും. പിന്നെ നല്ലൊരു ദിവസമായിട്ട് ചിക്കനും മീനും ഒന്നും ഇല്ലെന്നും കൂടി ചോദിക്കരുത്. ഞങ്ങൾക്ക് നല്ല ദിവസങ്ങളിൽ അങ്ങനെ ജീവികളെ കൊന്ന് തിന്ന പതിവില്ല ഗൈസ്. എനിക്കുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. പിറന്നാളായാലും ഇങ്ങനത്തെ ആനിവേഴ്സറി, അതിന് എന്ത് സംഭവമായാലും ഈ ചിക്കൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. എന്നോട് പറയും, ഒരു ജീവിനെ കൊന്നിട്ട് നമ്മളെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടാട്ടോ, വേറെ കാര്യം. എൻ്റെ പകുതി ഉണ്ട് ഗൈസ്. Once upon a time, there was a wild animal lived in a big forest. His name is Lion, and he was the king of that jungle. ആരാണ് കിങ്? പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം? നിങ്ങളെ ആനിവേഴ്സറി എങ്ങനെയാണ് ആഘോഷിക്കാറ്? ഞാനിങ്ങനെ അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്തും അല്ലാതെ അമ്പലത്തിൽ പോയുമാണ് ആഘോഷിക്കാറ്. നിങ്ങളങ്ങനെ കേക്ക് മുറിക്കുന്ന കേക്ക് മുറിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ 8 കൊല്ലമായിട്ട് ഞങ്ങൾ വേറെ കേക്ക് മുറിച്ചില്ല. ഫസ്റ്റ് ആനിവേഴ്സറിക്ക് കേക്ക് ഞങ്ങൾ മുറിച്ച് വാങ്ങിയതായിരുന്നു. പീസ് കേക്ക് ആയിരുന്നു വാങ്ങിയത്, അതുകൊണ്ട് മുറിക്കേണ്ടി വന്നില്ല. കേട്ടൊന്നും ഇഷ്ടമല്ല. അപ്പം എനിക്ക് അതുമായിട്ട് പുസ്തകം എനിക്ക് ആദ്യം ഇഷ്ടമായി. ഇപ്പം കുഴപ്പമില്ല. കേക്ക് മുറിച്ചില്ലെങ്കിൽ ആനിവേഴ്സറി ആയത്. ഓക്കെ, വെള്ളമൊക്കെ മിക്സ് ചെയ്ത് മുറിക്കട്ടെ. നമ്മൾ സാമ്പാറിന് കാര്യം വെച്ചിട്ടാണ് സാമ്പാറിന് മുറിക്കുന്നത്. ഇങ്ങനെ നീളത്തിലാണ് ഉരുളക്കിഴങ്ങ് മുറിക്കേണ്ടത്. നീളത്തിൽ. ഈ കഷ്ണമൊക്കെ തന്നെ ബാക്കിയാക്കി വിടാം. ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണം അങ്ങോട്ട് വെക്കും, അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും. ഇതാണ് പതിവ്. ഓക്കെ, നമുക്ക് ഈ ഉള്ളി ഇളക്കാം. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ സമയം ഉണ്ടല്ലോ, ഒരു മിനിറ്റ് സമയം എത്രയും നോക്കട്ടെ, 9:34.
ആ ഞാൻ എനിക്ക് തോന്നുന്നു പുറപ്പെട്ടൊക്കെ റെഡിയായി. കാർ കയറിയില്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള കാരണം കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കല്യാണം കഴിയാൻ തത്രപ്പാടിലുള്ള സമയമാണ്. ഇതൊക്കെ എന്തോ കാല് പിടിക്കുകയോ അല്ലെങ്കിൽ കാറിലിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും എൻ്റെ കല്യാണമാണ്. ഇത്ര വരെ മുടി ഉണ്ടായിരുന്നു കല്യാണത്തിൽ. പച്ചമുളക് ഇത് നല്ലോണം പതച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും, കാരണം റേഷനരിയാണ്, അടിക്ക് പിടിക്കും. വെക്കാം, നമുക്ക് മൂടി വെക്കാം. ഇതൊക്കെ പാത്രത്തിലാക്കണം. ഞാൻ പാത്രം എടുത്തു വരാം. അപ്പോൾ പാത്രം എടുത്തു, പക്ഷേ സാമ്പാറായ പരിപ്പ് വേണമല്ലോ കുറച്ച്. രണ്ടണി പരിപ്പ്, അത് നമ്മുടെ കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത്. വേഗം പരിപാടി ആയിരുന്നു, ഗ്യാസിനല്ലേ. അപ്പോൾ പരിപ്പ് നമ്മൾ കഴുകി ഇതിലേക്ക് ഇടുക. ഞാൻ വെക്കുന്ന സാമ്പാർ എങ്ങനെ കേട്ടോ, ഇതെൻ്റെ സാമ്പാറാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വെക്കാം. ഞാൻ ഇങ്ങനെ സാമ്പാർ വെക്കാം, തേങ്ങ അരയ്ക്കാത്തപ്പോൾ. തേങ്ങ വറുത്തരച്ച് നല്ല ഡീസൻ്റായിട്ട് കോഴിക്കോട് സ്റ്റൈലുള്ള സാമ്പാർ വെക്കും. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കുമല്ലോ. ഈ നാട്ടിൽ ഇതാണ് സ്റ്റൈൽ. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. പരിപ്പും ഉള്ളിയും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് കരണ്ട് പോയി. പരിപ്പും ഉള്ളിയും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് നമ്മുടെ എന്തിടാം, ബാക്കിയുള്ള കഷ്ണമൊക്കെ ഇടാം. ഇത് ഈ പരിപ്പ് നല്ലോണം വേവണം, പക്ഷെ അത്രയ്ക്ക് വേവേണ്ട. ബാക്കിയുള്ള കഷ്ണം ഉടഞ്ഞു പോയത്, ഉടഞ്ഞു പോയാൽ പിന്നെ ഇത് കണ്ടുപിടിക്കണം. ഇറ്റ്സ് ഹെവി ടാസ്ക്. ഞാൻ രാവിലെ കുളിച്ചു പോയി, ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനം തൊടൂല. ചുരിദാറിൽ തുടക്കി. ഇന്നിപ്പം കുറച്ച് റീസൺ ആയിക്കോട്ടെ ചേച്ചി. അങ്ങനെ അത് ഇട്ടാൽ മേലൊന്നും വെള്ളമാവില്ല, ഇടുന്നത് നല്ലതാണ്. ഞാനൊരു 1000 പ്രാവശ്യം കൈ എഴുതണം. അടുക്കളയിൽ കയറി അങ്ങനെ ഒരു സൂപ്പറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അത് മാത്രം. കായം ഉണ്ടോ പ്ലീസ്? കായം ഓക്കെ, കായം ഉണ്ടായിരുന്നു. ഈ കായമായി നമുക്ക് വേറെ തേങ്ങ വറുക്കാനൊന്നുമില്ലല്ലോ. നമുക്ക് കായം ഓക്കെ, ഇത് മതി. കായം റെഡിയായി. ഇറക്കി വെക്കാം. ഞാനതിൽ വെള്ളം വെച്ചു. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പരിപ്പല്ല വെച്ചത് പരച്ച് തോന്നി കുക്കറിന് മൂടിക്കൊള്ളാവും. അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടത്. കുക്കറിന് മൂടിക്കൊള്ളാം. ഇനി അത് വേവട്ടോ. നമുക്കെന്താ പരിപാടി? വെണ്ട. വെണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ട വാങ്ങി ബാക്കിയെല്ലാം നമ്മുടെ പായസത്തിൻ്റെ സാമഗ്രികളാണ്. ഈ വെണ്ടത്തിലേക്ക് മുറിച്ച് വെക്കാം. അങ്ങനെ പരിപാടി കൂടെ കഴിയില്ല വരും. നല്ല മൂത്ത വെണ്ട. ഇത്രയും മൂപ്പുള്ള വെണ്ട വെച്ച് സാമ്പാർ രസം ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്ക് വേറെ അല്ലാതെ കൊണ്ട് ഞാൻ അത് എടുക്കും. അങ്ങനെ വേണം. ക്രിസ്മസിനൊക്കെ പ്രാന്തായാൻ തുടങ്ങും. സംഭവം വ്യൂസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യണം. എന്തോ വെണ്ടയാണ് ഗൈസ്, സുഖമല്ല. നാളെ കാണുമ്പോൾ നല്ല മൂത്ത വെണ്ട അതിനെ പറ്റിച്ചു ഞാൻ പറയും. നേരത്തെ കച്ചണ ഏതായാലും അവിടെ തുടയ്ക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഒരുമിച്ച് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇങ്ങോട്ട് പോയി ഇതിലേക്ക് തോന്നിയതാണ്. ഗൈസ് പോയിട്ട്
വേണ്ട പോയി എഴുതാൻ പാടില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ പോയതല്ലേ കളയാണ്. ഈ ഉള്ളിലൊന്നും ഒന്നും ഇല്ലേ ഇത്? ഓക്കെ, നമ്മുടെ ഡെബിയോയിൽ പിടിച്ചു പോയി. കേട് വന്നിട്ടുണ്ട് തക്കാളി. നമുക്ക് വേറെ തക്കാളി പോയി എടുക്കാം. ഞാൻ കണ്ടപ്പോഴേ എനിക്കൊരു ആശുപത്രി തോന്നുന്നു. കരണ്ട് വീണ്ടും വന്നു. സാമ്പാറും തക്കാളി മുറിക്കും അധികം ചോറാക്കി ഒരു 4 പീസ് ഇട്ടേക്കാണ്. ഞാൻ ഒരു തക്കാളി വീട്ടിൽ തരാം. ഓക്കെ, വീട്ടിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാണ്. ഇത് മാറ്റി വെക്കാം. ഭയങ്കര വീട്ടുണ്ട്. കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴങ്ങുന്നു കൈ പത്തി കൊണ്ടൊരു ചിലക്കും മെക്കര കട്ടി നെക്സ്റ്റ് പരിപാടി എന്താണ്? ഇതെല്ലാം അവിടെ നിന്ന് ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരാം ഞാൻ. ഇനി നമുക്ക് ചോറാകണം, ഇതിന് വിസിൽ വരണം. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറ് ചോറത്തെ നോക്കാം. റേഷനരി ആണെങ്കിൽ അപ്പോൾ ഗൈസ് ഇതാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ഹോം ടൂർ എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു റൂമേ ഉള്ളൂ, പിന്നെ അടുക്കളയാണ്, ഒരു കൊലായാണ്. അപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണം എത്ര പരിതാപകരമാണ്. ഇതൊക്കെ വരിക മെയിനായിട്ട് വരികയാണ് വെള്ളത്തിന് വണ്ടിയൊക്കെ ഇതൊക്കെ ഞാൻ ഇരുമ്പി വെച്ച സാധനം
ബാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചത്. അപ്പോൾ ഗൈസ് ശങ്കരൻ പിന്നെയും തെങ്ങുമല പറഞ്ഞാൽ ഞാൻ നമ്മളെ ഏർക്കടുപ്പിൻ്റെ അടുത്തേക്ക് ചോറ് എന്ന് ഞാൻ ഊറ്റിട്ടോ. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ എടുത്തില്ല, എന്തിനാ വെറുതെ. ഇത് രണ്ടോ കുറച്ച് സെറ്റ് നല്ല സെറ്റായി വെന്തുണ്ട്. ഇതിന് ഞാൻ ഒരു പൊടിയും ചേർത്തില്ല. അപ്പോൾ ഇനി വേണം നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാൻ. ആദ്യം കായും ഉരുളക്കയും വന്നിട്ടുണ്ട്. അത് വെണ്ടയും തക്കാളിയാണ്, അതിന് അത്ര വേവില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അയ്യോ, ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടില്ല. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ മതി. ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് നമ്മുടെ വെണ്ടയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് സാമ്പാർ പൊടി ഇങ്ങനത്തെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ സാമ്പാർ പിന്നെ കുറച്ച് വറവ് കൂട്ടാൽ സാമ്പാർ റെഡിയായി. നമുക്ക് അതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഗൈസ് കുക്കർ ഇറക്കി ഇതിലൊക്കെ വന്ന് നമ്മൾ കേരളക്കാൻ്റെ തോല് പൊളിച്ച് തരാം കേട്ടോ. സാമ്പാറിൻ്റെ സ്മെല്ലൊക്കെ വന്ന് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് വേവിക്കണം. നമുക്ക് പുളി വെള്ളത്തിൽ ഇട്ട് ചെയ്യാം. ഓരോ നാട്ടിലേക്ക് 4 ഏലക്കായ കൊടുക്കുക. 4 എണ്ണം കൂടി ഒഴിക്കുന്നതില്ലേ പ്രശ്നം. പുളി മതിയായിക്കാം ഉണ്ടാക്കിയോട്. ഓക്കെ, പഞ്ചസാരയിൽ കൂട്ടിയാണ് നമുക്ക് ഇപ്പോഴത്തെ അടുത്തുള്ള പായസത്തിനുള്ള പാലാണ്. നമുക്കിത് കിട്ടിയോ ലേശം പൊടിയിൽ കുറവുണ്ട്. പഞ്ചസാര ഒക്കെ തിന്നത് അങ്ങനെ ഞങ്ങൾക്ക് പായസം തരൂല. മല്ലിപ്പൊടിയിൽ കുറവുണ്ട്. അതിപ്പോ അവിടെ നോക്കുക. പാലാണ് അടുപ്പത്തുള്ളത്. മേലേക്ക് മതി. വേണ്ട, അതങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട. വേണ്ട, ഞാനൊരു സാമ്പാർ പൊടി വാങ്ങിയാലോ. ചുക്കല്ലേ, ഇതൊക്കെ ചുക്കത്തിന്റെ പൊടിയാണല്ലോ. സാമ്പാർ പൊടി കിതർ ഗയാ. പേടിച്ചു ഞാൻ. നമ്മളെ സാമ്പാർ പൊടി കിട്ടി. മോളായിരുന്നു വലിച്ചു വാരിയല്ല സാമ്പാറിന് മാർക്ക് ഇങ്ങനെ ഇതോ കഴിയും. വേണം അഞ്ചൊക്കെയില്ല. ആര് വെച്ചാ അത് നല്ല കത്തിയെടുക്കും. തക്കാളി ലേശം പച്ചയായിരുന്നു. പാല് വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി? പാല് നമുക്ക് ഏലക്കായ മസാല കഴിക്കാം. കുറച്ചും കൂടി പായസത്തിലേക്കില്ല. തക്കാളി ഭയങ്കര തക്കാളി കുഴപ്പമില്ല. നേരത്തെ ഇട്ടാൽ
അത് ഞാൻ തോന്നല്ലോ വെയിറ്റ് ചെയ്യാം. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ സാമ്പാർ ആയി. നമുക്ക് ഇത്തിരി വറവിടണം. ശരിക്കും ചുവന്ന മുളക് വേണ്ടി വറവിടാൻ, പക്ഷേ അത് ഇടില്ല. അതുകൊണ്ട് സാധാ വറവിടും. സൗണ്ട് ഉണ്ടാക്കല്ലേ പിള്ളേരെ. എന്താ അവിടെ എന്താ ശബ്ദമൊക്കെ? ഭയങ്കര കച്ചറ ഉണ്ടാക്കുന്നുണ്ടോ? ഇളക്കി 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 എടുക്കാം. ഇളക്കി ഇളക്കി. അയ്യേ, എന്താ മണ്ണ് കളിക്കുന്നേ? ഇനി ഈ ഏലക്കായും പഞ്ചാരയും കൂടെ പൊടിച്ച് വെച്ചാൽ ഹലോ നല്ല അരിയിട്ട് ഓരോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹലോ, നീ അടിയാലോ? ഏട്ടനും കളിക്കാണ്. അല്ലെങ്കിൽ കളിക്കാൻ പിന്നെ സാധനം തരൂലേ? എല്ലാവരും കൂടി കളിച്ച പായസം ഏകദേശം റെഡിയായി. എനിക്ക് കുറുകിയുണ്ട്. കുറച്ച് മധുരം കൂടി ഇട്ടില്ല കേട്ടോ, മധുരം കുറവായിട്ട്. ഇനി അത് വറവിടും. കണ്ട പായസം, ദിസ് ഈസ് മൈ പായസം. ഇനി നിങ്ങൾ കുറച്ച് വറവിടണം. അതുകൂടി കഴിഞ്ഞാൽ ഇത് സെറ്റാവും. ഒടിക്കും. നമ്മൾ നേരത്തെ കരുതി വരലാണ് കേട്ടോ. എന്തേട്ടാ വീഡിയോ എടുക്കാൻ കേട്ടോ. വരട്ടെ. അപ്പോൾ നമ്മുടെ പായസം ഓക്കെ സെറ്റ്. അപ്പോൾ ഗൈസ്, പണികളൊന്നും തീർന്നിട്ടില്ല. അടുക്കളയിൽ വീടിൻ്റെ ഉള്ളിൽ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് തീരുമാനമുണ്ട്. പിന്നെ എന്തായാലും മുറ്റം ഒന്ന് കുറച്ച് സെറ്റാക്കാണ്ട്.
അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.